ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരവും ജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. പല്ലേക്കല്ലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 161 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗ് തുടങ്ങി 3 ബോളുകൾ കഴിഞ്ഞപ്പോൾ വില്ലനായി എത്തിയ മഴ കാരണം മത്സരം 8 ഓവറായി ചുരുക്കുകയായിരുന്നു. 8 ഓവറിൽ ഇന്ത്യക്ക് നേടേണ്ടിയിരുന്നത് 78 റൺസാണ്. 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ അത് നേടുകയും ചെയ്തു. ഏതായാലും 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അതും ഈ ഗ്രൗണ്ടിൽ തന്നെ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ മത്സരത്തിൽ ആദ്യം ടോസ് ജയിച്ച സൂര്യകുമാർ യാദവ് ശ്രീലങ്കയെ ബാറ്റിങ്ങിന് അയച്ചപ്പോൾ ഒരു ചെറിയ സംശയം തോന്നിയിരുന്നു. കാരണം ഇന്ത്യ ബോൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ സ്പിന്നർമാർ എറിയുന്ന സമയത്ത്, എസ്പെഷ്യലി റിയാൻ പരാഗ് ബോൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ റിയാൻ പരാഗിന് വലിയ ടേൺ കിട്ടുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കളിച്ച അതേ വിക്കറ്റിൽ തന്നെയാണ് ഈ രണ്ടാമത്തെ മത്സരവും കളിച്ചത്. അതായത് ഒരു യൂസ്ഡ് വിക്കറ്റിലായിരുന്നു ഈ മത്സരം നടന്നത്. ഒരു യൂസ്ഡ് വിക്കറ്റ് ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് ബൗളിംഗ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് ഒരു സംശയമായി തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ 2 ഇന്നിങ്സ് 20 ഓവർ വീതമുള്ള 2 ഇന്നിങ്സുകൾ ആ വിക്കറ്റിൽ കളിച്ചതാണ്. ഇന്ന് വീണ്ടും ഒരു 20 ഓവർ ഇന്ത്യ ബോൾ ചെയ്യുമ്പോൾ ഏകദേശം 60 ഓവർ ആ പിച്ചിൽ കളിച്ചു കഴിഞ്ഞിരിക്കും. പിന്നീടുള്ള 20 ഓവറിലാണ് ഇന്ത്യ ഈ റൺസ് ചേസ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റിൽ യൂസ്ഡ് വിക്കറ്റിലായതുകൊണ്ടാണ് റിയാൻ പരാഗ് ബോൾ ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ ബോൾ തിരിയാൻ തുടങ്ങിയത്. റിയാൻ പരാഗിനെ പറ്റി പറയുമ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞു പോവാം. റിയാൻ പരാഗ് കഴിഞ്ഞ മത്സരത്തിൽ അവസാനത്തെ 2 ബോളുകളിലും വിക്കറ്റ് നേടിയിരുന്നു. അതായത് 9ാമത്തെയും 10ാമത്തെയും വിക്കറ്റ് നേടിയത് റിയാൻ പരാഗ് ആയിരുന്നു. ഇന്ന് ഒരു TV ചാനലിൽ അതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്കഷൻ കണ്ടിരുന്നു. അതായത് ഇന്ന് റിയാൻ പരാഗ് ബോൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടുകയാണെങ്കിൽ അത് ഹാട്രിക് ആയിട്ട് കണക്കാക്കുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സംശയം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം അവർക്ക് പറയാനും സാധിച്ചില്ല. പക്ഷേ ഒരു T20യിലോ അല്ലെങ്കിൽ ഏകദിന ഫോർമാറ്റിലോ ഒരു മത്സരത്തിന്റെ അവസാന 2 വിക്കറ്റുകൾ, 9ാമത്തെയും 10ാമത്തെയും വിക്കറ്റുകൾ ഏതെങ്കിലും ഒരു ബൗളർ എടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം കളിക്കുന്ന അതേ ഫോർമാറ്റിൽ, അതായത് 2020 ആയിക്കോട്ടെ ഏകദിനമായിക്കോട്ടെ, ആ ഒരു ഫോർമാറ്റിൽ അതേ ഒരു മത്സരം നെക്സ്റ്റ് ഒരു മത്സരത്തിൽ കളിക്കുമ്പോൾ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു ഹാട്രിക് ആയിട്ട് കണക്കാക്കുകയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. പക്ഷേ ഇത് തന്നെ ഒരു മൾട്ടി ഡേ ഫോർമാറ്റിലാണെങ്കിൽ, 2 ഇന്നിങ്സ് വീതമുള്ള ഫോർമാറ്റിലാണെങ്കിൽ ആദ്യത്തെ ഇന്നിങ്സിൽ ഇപ്പോൾ റിയാൻ പരാഗ് അവസാനത്തെ 2 വിക്കറ്റുകൾ എടുത്തു എന്ന് വിചാരിക്കുക. അതായത് 9ാമത്തെയും 10ാമത്തെയും വിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. വീണ്ടും അതേ ടീം രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ആദ്യ ബോളിൽ തന്നെ റിയാൻ പരാഗിന് വിക്കറ്റ് നേടാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു ഹാട്രിക് ആയിട്ട് കണക്കാക്കുകയും ചെയ്യുമെന്നാണ് ക്രിക്കറ്റിലെ നിയമം പറയുന്നത്. ആ നിയമം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ശ്രീലങ്കയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ വളരെ മികച്ച ഒരു തുടക്കം അവർക്ക് ലഭിക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ വളരെയധികം ആക്രമിച്ച് കളിച്ച പതും നിസംഗിയും അതുപോലെ തന്നെ കുശാൽ മെൻഡിസും ചേർന്ന് നല്ലൊരു തുടക്കം അവർക്ക് നൽകുകയുണ്ടായി. പക്ഷേ കുശാൽ മെൻഡിസിന് അധിക നേരം ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് വന്ന കുശാൽ പെരേര വളരെ മികച്ച രീതിയിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല കുറെ അടികൾ അടിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 15 ഓവർ പിന്നിട്ടപ്പോൾ ശ്രീലങ്കയുടെ സ്കോർ 130 റൺസിന് 2 വിക്കറ്റ് എന്നുള്ള ഒരു നിലയിലായിരുന്നു. ഇങ്ങനെ കുറച്ച് ബൗളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ എസ്പെഷ്യലി സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചിൽ ശ്രീലങ്ക ഒരു 180 അല്ലെങ്കിൽ ഒരു 190 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. കാരണം 15 ഓവറായപ്പോൾ 130-ന് 2 എന്നുള്ള ഒരു സ്കോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 5 ഓവറിൽ 50 റൺസ് അല്ലെങ്കിൽ ഒരു 60 റൺസ് നേടുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇന്ത്യ വീണ്ടും നല്ല മികച്ച രീതിയിൽ ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്തു. അവസാനത്തെ 5 ഓവറിൽ ഇന്ത്യ വെറും 31 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ശ്രീലങ്കയുടെ 7 വിക്കറ്റുകളും ഇന്ത്യൻ ബൗളർമാർ കരസ്ഥമാക്കുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യയുടെ ബോളിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ കുറെ വൈഡുകൾ എറിയുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ആദ്യത്തെ 2 ബോളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സൈഡിൽ കുറെ ഫീൽഡർമാരെ ഇട്ടിട്ട് കാലിൽ ബോൾ ചെയ്ത് കൊടുക്കുക. കാരണം വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടേക്ക് 6 അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചോ എന്നുള്ള ഒരു ചലഞ്ച് പോലെയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ബൗളിംഗ്. അതിൽ അദ്ദേഹത്തിന് 2 വിക്കറ്റുകളും ലഭിക്കുകയും ചെയ്തു. കുശാൽ പെരേരയും അതുപോലെ തന്നെ കാമിന്ദു മെൻഡിസും അങ്ങനെയുള്ള 2 ഷോട്ടുകൾക്ക് ശ്രമിച്ചിട്ടാണ് ഔട്ടായത്. പിന്നീട് രവി ബിഷ്ണോയുടെ ഒരു മികച്ച ബൗളിംഗ്, അദ്ദേഹം 3 വിക്കറ്റുകൾ നേടി ഈ മത്സരത്തിൽ. നല്ല ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷെ രണ്ടുപേരും ഇന്ത്യയുടെ സ്പിന്നർമാർ, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പിന്നർമാരായിട്ടുള്ള അക്ഷർ പട്ടേലും രവി ബിഷ്ണോയും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ബൗളർമാരാണ്. അതുകൊണ്ട് തന്നെ അധികം ടേൺ അവർക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ റിയാൻ പരാഗ് വന്നപ്പോൾ റിയാൻ പരാഗിന് നല്ല ടേൺ ലഭിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്പിന്നർമാരായിട്ടുള്ള തീക്ഷണയും വാനിന്ദു ഹസരംഗയും 2 പേരും ഇന്ത്യക്ക് കുഴപ്പമുണ്ടാക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആദ്യ ഓവറിൽ കളി തുടങ്ങി ഉടനെ തന്നെ മഴ വില്ലനായി എത്തി. ഈ മത്സരത്തിൽ സഞ്ജു സാംസണ് വീണ്ടും ഒരു ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിനെ പുറത്തിരുത്തി, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിന് ഒരു ബാക്ക് പെയിൻ കാരണമാണ് അദ്ദേഹം ഈ മത്സരം കളിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ആ ഒരു ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് നറുക്ക് വീഴുകയും ചെയ്തു. കാരണം ശുഭ്മാൻ ഗിൽ ഒരു റൈറ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് തന്നെ ആ പൊസിഷനിലേക്ക് സഞ്ജു സാംസൺ
സാംസണെയാണ് ശിവം ദുബേനേക്കാൾ അധികമായിട്ട് ഇന്ത്യൻ ടീം പരിഗണിച്ചത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 4 ലെഫ്റ്റ് ഹാൻഡേഴ്സും 4 റൈറ്റ് ഹാൻഡേഴ്സും എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇന്ത്യ ഈ മത്സരത്തിലേക്ക് പോയത്. അപ്പോൾ സഞ്ജു സാംസണ് ലഭിച്ച ഒരു അവസരം അദ്ദേഹത്തിന് മുതലാക്കാനായിട്ട് സാധിച്ചില്ല. തീക്ഷ്ണയുടെ ബൗളിങ്ങിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ ഒരു നല്ല ഒരു സൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് സെക്ഷനിൽ കുറിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഡൗൺ ആണോ എന്ന് തോന്നിക്കുന്ന, ബോഡി ലാംഗ്വേജിൽ തന്നെ വളരെയധികം ഡൗൺ ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു സഞ്ജു സാംസന്റെ ഒരു ബാറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോളെ അദ്ദേഹം പെരിഷ് ചെയ്തുള്ളൂ. പക്ഷേ ആ ഒരു ബോൾ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആ മഴ പെയ്ത സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ ഡഗ് ഔട്ടിൽ കാണിക്കുമ്പോഴെല്ലാം വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു സഞ്ജു സാംസനെ കണ്ടത്. ഏതായാലും ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സഞ്ജു സാംസൺ റൈറ്റ് ഹാൻഡർ ആണ്. അദ്ദേഹം ഔട്ടായപ്പോൾ വീണ്ടും ഒരു റൈറ്റ് ഹാൻഡർ ആണ് ആ പൊസിഷനിലേക്ക് ബാറ്റ് ചെയ്യാമെന്ന് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് വന്നതിന് ശേഷമുള്ള ഒരു പെർഫോമൻസ്, അതിന് തൊട്ട് മുമ്പ് യശസ്വി ജയ്സ്വാൾ നല്ല കുറെ മികച്ച അടികൾ അടിച്ചെങ്കിലും സൂര്യകുമാർ യാദവിന്റെ ആ തീക്ഷ്ണയുടെ രണ്ടാമത്തെ ഓവറിൽ അദ്ദേഹം കളിച്ച രീതി എന്ന് പറയുന്നത് വളരെ വളരെ എക്സലന്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓവറിൽ 5 ബോളുകളാണ് അദ്ദേഹം തീക്ഷ്ണയെ ഫേസ് ചെയ്തത്. അതിൽ 5 ബോളുകളും സ്വീപ്പ് ഷോട്ടുകളായിരുന്നു. ആദ്യത്തെ 3 ബോളുകൾ ബൗണ്ടറി കടത്താനും സൂര്യകുമാർ യാദവിന് സാധിച്ചിരുന്നു. ആ 5 ബോളുകളും വളരെ മികച്ച രീതിയിലുള്ള സ്വീപ്പ് ഷോട്ടുകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് സൂര്യകുമാർ യാദവ് ഔട്ടായപ്പോൾ വീണ്ടും ഒരു റൈറ്റ് ഹാൻഡർ ബാറ്ററെയാണ് ഇന്ത്യ അയച്ചത്, ഹാർദിക് പാണ്ഡ്യയെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഋഷഭ് പന്ത് അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ വിടാതെ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരേ സമയത്ത് ക്രീസിൽ എത്താത്ത വിധത്തിൽ ഹാർദിക് പാണ്ഡ്യയാണ് വിട്ടത്. ഹാർദിക് പാണ്ഡ്യ വളരെ ശക്തമായ ചില അടികൾ, അദ്ദേഹത്തിന്റെ ആ ഒരു മസിൽ പവർ കാണിക്കുന്ന അടികളായിരുന്നു പലതും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ആ ഒരു പുൾ ഷോട്ട്, ഒരു 6 അടിച്ചത് വളരെ എക്സലന്റ് ആയിരുന്നു. അതിനു മുമ്പ് തന്നെ സൂര്യകുമാർ യാദവ് 11 ഒരു ഫ്ലിക്ക് ഒരു 6 അടിച്ചും വളരെ എക്സലന്റ് ആയിട്ടുള്ള ഷോട്ട് ആയിരുന്നു. യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ ഹസരംഗയെ അദ്ദേഹം വന്ന് ബോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു റിതം കണ്ടെത്താനായിട്ടുള്ള അവസരം യശസ്വി ജയ്സ്വാൾ കൊടുത്തില്ല. ആദ്യ ബോൾ 6ഉം പിന്നെ ഒരു 4ഉം നേടാനായിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ഓവറിൽ തന്നെ സാധിച്ചു. ഹസരംഗ അവരുടെ ഏറ്റവും മികച്ച ഒരു ബൗളറാണ്. അദ്ദേഹത്തിന്റെ 2 ഓവറിൽ 34 റൺസാണ് ഇന്ത്യൻ ബാറ്റർമാർ അടിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ശ്രീലങ്കയ്ക്ക് ഒരിക്കലും പ്രാപ്യമായിരുന്നില്ല. ഏതായാലും 8 ഓവറിൽ 78 റൺസ് നേടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ മഴയ്ക്ക് ശേഷമുള്ള വിജയ ലക്ഷ്യം. ആ 8 ഓവറിൽ ഡെഫിനറ്റ് ആയിട്ടും തീക്ഷണയും ഹസരംഗയും അല്ലെങ്കിൽ പതിരണയും ഇവർ 3 പേരും 2 ഓവർ വെച്ച് ബൗൾ ചെയ്യുമെന്നുള്ളത് ഷുവർ ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബൗളേഴ്സിനെ അത്രത്തോളം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഈ 3 ബൗളേഴ്സിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു. എസ്പെഷ്യലി ആദ്യത്തെ ഓവർ കഴിഞ്ഞപ്പോൾ തീക്ഷണയ്ക്കെതിരെയുള്ള സൂര്യകുമാർ യാദവിന്റെ ബാറ്റിങ്ങും അതുപോലെ തന്നെ ഹസരംഗയെ 2 ഓവറിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കുകയും ചെയ്തു. ഏതായാലും ഈ പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ്. ഒരു മത്സരം കൂടെയാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത്. അതും കൂടെ ജയിച്ചുകൊണ്ട് 3-0 T20 പരമ്പര നേടാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.